അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വിലെ ഫുറൂഇയായ ഇഅ്റാബുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകളെക്കുറിച്ചാണ്. നവാസിബുൽ മുളാരിഇ സലാസത്തു അഖ്സാമിൻ. മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 3 ഇനങ്ങളാകുന്നു. അൽ ഖിസ്മുൽ അവലു, ഒന്നാമത്തെ ഇനം ഹുറൂഫുൻ ലാഹിറത്തുൻ, ലാഹിറായ ഹർഫുകൾ, അതായത് അൻ, ലൻ, കൈ, ഇതൻ, ഇങ്ങനെ 4 അക്ഷരങ്ങൾ. രണ്ടാമത്തെ ഖിസ്മ് അനിൽ മുളമറത്തു ജവാസൻ, ജായിസായ നിലക്ക് മറക്കപ്പെട്ടതായ അന്ന്. ജായിസായ നിലക്ക് മറക്കപ്പെട്ട അന്ന് അത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. അത് ബഅദ ലാമി തഅലീലി, തഅലീലിൻ്റെ ലാമിൻ്റെ ശേഷമാണ് അങ്ങനെ മറക്കപ്പെട്ട നിലക്ക് അന്ന് നസ്ബ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇനം അൽ ഖിസ്മു സാലിസു അനിൽ മുളമറത്ത് വുജൂബൻ, നിർബന്ധമായും മറക്കപ്പെട്ട അന്ന് നസ്ബ് ചെയ്യുന്ന സ്ഥലം. അത് ബഅദ ലാമിൽ ജുഹൂദി, ഒന്നാമതായി ജുഹൂദിൻ്റെ ലാമിൻ്റെ ശേഷം, അതുപോലെ ഹത്തയുടെ ശേഷം, സബബിയായ ഫാഇൻ്റെ ശേഷം, മഅയ്യത്തിൻ്റെ വാവിൻ്റെ ശേഷം, ഔ എന്നുള്ളതിൻ്റെ ശേഷം. ഇത്രയും സ്ഥലങ്ങളിൽ നിർബന്ധമായും അന്ന് മറക്കപ്പെട്ട നിലക്ക് നസ്ബ് ചെയ്യും. ഇങ്ങനെ മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്നത് 3 രൂപത്തിലാണ്. അതും വിശദമായിട്ട് നമുക്ക് നോക്കാം. അൽ ഖിസ്മുൽ അവലു, ഒന്നാമത്തെ ഖിസ്മ് ഹുറൂഫുൻ ലാഹിറത്തുൻ, ലാഹിറായ നിലക്ക് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 ഹർഫുകളാണുള്ളത്. അൻ, ലൻ, കൈ, ഇതൻ. ഒന്നാമതായി അൻ എന്നുള്ളത് ഹർഫു നസ്ബിൻ വ മസ്ദരിൻ വസ്തിഖ്ബാലിൻ. അൻ എന്നുള്ളത് നസ്ബിൻ്റെ ഹർഫാണ്, മസ്ദരിൻ്റെ ഹർഫാണ്, അതുപോലെ ഇസ്തിഖ്ബാലിൻ്റെ ഹർഫാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശം? ശേഷം പറയുന്നു നസ്ബ് എന്ന് പറഞ്ഞാൽ ഐ യൻസിബുൽ ഫീലുൽ മുളാരിയ, അൻ എന്നുള്ളത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യും. മസ്ദർ എന്ന് പറഞ്ഞാൽ അയ്യു അവലു മഅൽ ഫീലി ബി മസ്ദരിൻ, ഫീലിനോടുകൂടെ മസ്ദർ കൊണ്ട് ശേഷമുള്ളതിന് തഅ്വീൽ ചെയ്യപ്പെടും. ഇസ്തിഖ്ബാലി എന്ന് പറഞ്ഞാൽ അയ്യു അയ്യുനു സമനൽ മുളാരിയിൽ ഇസ്തിഖ്ബാലി, മുളാരിയിൽ നിന്ന് ഇസ്തിഖ്ബാലിൻ്റെ കാലത്തെ നിർണിതമാക്കുന്നുണ്ട്. മുളാരിയായ ഫീലിൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്, ഹാലും ഇസ്തിഖ്ബാലും ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഇവിടെ ഇസ്തിഖ്ബാലിനെ മാത്രം ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് അൻ എന്നുള്ളത് ഉപയോഗിക്കുന്നു. അപ്പോൾ അൻ എന്നുള്ളത് ഇസ്തിഖ്ബാലിൻ്റെയും മസ്ദറിൻ്റെയും നസ്ബിൻ്റെയും ഒക്കെ ഹർഫുകളാണ്. ഉദാഹരണം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല്, വ അൻ തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പനുഷ്ഠിക്കലാകുന്നത് നിങ്ങൾക്ക് ഉത്തമമാകുന്നു. ഇവിടെ അൻ എന്നുള്ളത് നസ്ബിൻ്റെ ഹർഫാണ്, അതുപോലെ മസ്ദറിൻ്റെ ഹർഫാണ്, ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ്. അതോടൊപ്പം സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. ശേഷം വരുന്ന തസൂമു എന്നുള്ളത് ഫിഅ്ല് മുളാരി മൻസൂബും ബി അൻ, അൻ എന്നുള്ളത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. ഇവിടെ നസ്ബിൻ്റെ അടയാളം നൂനിനെ കടയിൽ കൊണ്ടാണ് നസ്ബ്. അത് അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇവിടെ ജംഇൻ്റെ വാവ് അത് ലമീറാണ്, ലമീറുൻ മുത്തസിലായ ലമീറാണ്. മബിനിയുൻ അല സുക്കൂനി, സുക്കൂനിൻ്റെ മേൽ മബിനിയുമാണ്. അത് ഫായിലാണെന്നുള്ളതിൽ റഫ്ഇൻ്റെ മഹല്ലിലുമാകുന്നു. അതുപോലെ ഇവിടെ ഈ അൻ എന്നുള്ളതും ശേഷമുള്ള ഫീലും അതിനെ രണ്ടിൽ നിന്നുള്ള മുഅവ്വലായ മസ്ദറാണ് ഇവിടെ മുബ്തദയായി വരുന്നത്. അതിനെ സങ്കല്പിക്കുന്നത് സുയാമുക്കും എന്നുള്ളവരാണ്. സുയാമുക്കും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കലാകുന്നത് നിങ്ങൾക്ക് ഉത്തമമാകുന്നു. അപ്പോൾ ശേഷമുള്ളതിന് അൻ എന്നുള്ളതിൻ്റെ ശേഷം വരുന്ന തസൂമു എന്നുള്ള ഫീലിന് അത് മസ്ദറായിട്ട് എന്ത് ചെയ്യും? തഅ്വീൽ ചെയ്യും. അതാണ് മസ്ദരിയായ അൻ എന്ന് പറയുമ്പോൾ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. വല്ലാഹു യുരീദു അൻ യതൂബ, ഇവിടെ അൻ എന്നുള്ളത് നസ്ബിൻ്റെയും മസ്ദറിൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. യതൂബ എന്ന് വരുന്ന ശേഷം വരുന്ന ഫീല് അൻ എന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. ഇവിടെ നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ്, ലാഹിറത്തായ ഫതഹത്ത് ഉണ്ടല്ലോ. അവിടെ ഫായിലായി വരുന്നത് മുസ്തത്തിറായ ലമീറാണ്. ഹുവ എന്നാണ് ഇതിനെ സങ്കല്പിക്കുന്നത്. യതൂബ എന്നുള്ളതിൽ മറഞ്ഞു കിടക്കുന്ന ലമീർ. ഇവിടെ മുഅവ്വലായ മസ്ദർ അത് മഫ്ഊലാണെന്ന നിലക്ക് നസ്ബിൻ്റെ മഹല്ലിലാണ്. അപ്പോൾ വല്ലാഹു യുരീദു തൗബത്തൻ അലൈക്കും എന്ന് നമ്മൾ സങ്കല്പിക്കാം. അതുപോലെ മൂന്നാമത്തെ ഉദാഹരണം ഖുൽ ഇന്നല്ലാഹ ഖാദിറുൻ അലാ അൻ യുനസ്സില ആയത്തൻ. ഇവിടെ അൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നസ്ബിൻ്റെയും മസ്ദറിൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും
ഹർഫാണ്, അതോടൊപ്പം സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. യുനസ്സില എന്നുള്ളത് അന്ന് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. ഫതഹത്ത് കൊണ്ട് തന്നെയാണ് നസ്ബ്. ഫായില് മുസ്തത്തിറായ ലമീറാണ്. ഇവിടെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറാണ് ഇവിടെ മജ്റൂറായിട്ട് വരുന്നത്. അല എന്നുള്ളത് ഇസ്മിന് ജർ ചെയ്യുന്ന അക്ഷരമാണല്ലോ. അല അൻ യുനസ്സില എന്ന് ശേഷം വരുമ്പോൾ അവിടെ ഇസ്മ കാണുന്നില്ല. അപ്പം നമ്മളിതിനെ തഅ്വീൽ ചെയ്യണം. തഅ്വീൽ ചെയ്യുമ്പോൾ അല തൻസീലിഹി എന്നായി അതിനെ സങ്കല്പിക്കാം നമുക്ക്. ലാഹദിന മിനൽ അംസലത്തി സാബിഖ, മുൻകഴിഞ്ഞ ഉദാഹരണങ്ങൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ അന്നൽ മസ്തറൽ മുഅവ്വല മിൻ അൻ വൽ ഫീൽ, അൻ എന്നുള്ളതും ഫീലിൽ നിന്നും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തർ അത് റഫ്ഇൻ്റെ മഹലിലാകുന്നുണ്ട്, നസ്ബിൻ്റെ മഹലിലുണ്ടാകുന്നുണ്ട്, ജറിൻ്റെ മഹലിലും. 3 ഉദാഹരണം. ഒന്നാമത് നമ്മൾ റഫ്ഇൻ്റെ മഹലിലാണ് പറഞ്ഞത്, രണ്ടാമതായി നസ്ബിൻ്റെ മഹല്, മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ജറിൻ്റെ മഹലിലാണ്. അപ്പോൾ ഒന്നാമതായി അന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അക്ഷരമാണ് ലൻ എന്നുള്ളത്. ലൻ എന്നുള്ളത് മസ്തറിൻ്റെ അർഫമല്ല, പക്ഷേ നഫീൻ്റെ അർഫാണ്. ലൻ എന്നുള്ളത് നഫിയുടെ അർഫാണ്, അതോടൊപ്പം നസ്ബ് ചെയ്യുന്ന ഹർഫാണ്, ഇസ്തിഖ്ബാലിൻ്റെ മാന ലഭിക്കുന്ന ഹർഫാണ്. ഉദാഹരണം നോക്കാം. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല്, ലൻ തസ്തതിഅ മഇയ സ്വബറ, എൻ്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ലൻ എന്നുള്ളത് നഫിൻ്റെ ഹർഫാണ്, അതോടൊപ്പം നസ്ബ് ചെയ്യുന്നുണ്ട് തസ്തതിഅ എന്നുള്ള ഫീലിന് ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ്. ഇവിടെ സുക്കൂനിൻ്റെ മേൽ മബിനിയാണ് ലൻ എന്നുള്ളത്. തസ്തതിഅ എന്നുള്ളത് ലൻ എന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. അവിടെ നസ്ബിൻ്റെ അടയാളം ഫതഹത്ത് തന്നെയാണ്. അവിടെയുള്ള ഫായില് മുസ്തത്തിറായ ലമീറാണ്. സങ്കല്പിക്കൽ അൻത എന്നുള്ളതാണ്. അതുപോലെ വലൻ തുഫ്ലിഹു ഇദൻ അബദ, ഇവിടെയും ലൻ എന്നുള്ളത് നഫിയുടെയും നസ്ബിൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ്. സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. തുഫ്ലിഹു എന്നുള്ളത് ലന്നു കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. അവിടെ നസ്ബിൻ്റെ അടയാളം നൂനെ കളയ എന്നുള്ളത് അത് അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണ്. ജംഇൻ്റെ വാവ് അത് ലമീറുൻ മുത്തസിലായ ലമീറാണ്, അത് ഫായിലാണെന്നുള്ള നിലയ്ക്ക് റഫ്ഇൻ്റെ മഹലിലുമാകുന്നു. അപ്പോൾ ലൻ എന്നുള്ളതിൻ്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഇനി കൈ എന്നുള്ളതാണ് മൂന്നാമത്തെ അക്ഷരം. കൈ എന്നുള്ളത് നസ്ബിൻ്റെ ഹർഫാണ്, അതോടൊപ്പം മസ്തരിൻ്റെ ഹർഫാണ്, ഇസ്തിഖ്ബാലിൻ്റെ ഹർഫ് കൂടിയാണ്. ഇത് വതകൂനു മസ്തരിയത്തൻ ഇൻ ദഖലത അലൈഹ ലാമു ലഫ്ളൻ ഔ തഖ്ദീറൻ. കൈ എന്നുള്ളത് മസ്തരിയാകുന്നത് അതിൻ്റെ മേലിൽ ലാമ്പ് പ്രവേശിക്കണം, ഒന്നെങ്കിൽ ലഫ്ളിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ തഖ്ദീറൻ സങ്കല്പനത്തിൽ പ്രവേശിക്കണം. ഉദാഹരണം നോക്കാം നമുക്ക്. ജിഇതു ലികൈ അതഅല്ലമ, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ. ഇവിടെ ഈ ലാമ് ജെറിൻ്റെ ഹർഫാണ്. ലിക്കൈ എന്നുള്ളത് ലാമ് ജെറിൻ്റെ ഹർഫാണ്. കൈ എന്നുള്ളത് നസ്ബിൻ്റെ ഹർഫാണ്. ശേഷം അതോടൊപ്പം മസ്ദറിൻ്റെ ഹർഫാണ്, ഇസ്തിഖ്ബാലിൻ്റെ ഹർഫാണ്, സുക്കൂൻ്റെ മേൽ മബിനിയാണ്. അതഅല്ലമ എന്നുള്ളത് കൈ എന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. ഇവിടെ നസ്ബിൻ്റെ അടയാളം ഫതഹത്ത് തന്നെ. അവിടെ ഫായില് മുസ്തത്തിറായ ലമീറാണ്, സങ്കല്പിക്കൽ അന എന്നുള്ളതാണ്. ഇവിടെ ഈ ലാമ് ജെറിൻ്റെ അക്ഷരമാകുമ്പോൾ അതിന് നമ്മൾ ശേഷം മജ്റൂർ വേണം. ഈ മജ്റൂർ മുഅവ്വലായ മസ്തറാണ്. കൈ എന്നുള്ളതിനെയും അതഅല്ലമ എന്നുള്ള ഫീല് അത് രണ്ടിനെയും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തർ ലിക്കൈ തഅല്ലുമി എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുക. അതാണ് അവിടെ മജ്റൂറായിട്ട് വരുന്നത്. ഇനി ജിഇതു കൈ അതഅല്ലമ, ഇവിടെ കൈ എന്നുള്ളതിൻ്റെ മുമ്പ് സങ്കല്പനത്തിൽ എന്തുണ്ട്, ലാമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും മസ്തരിയാണ്. അതിനുശേഷം പറയുന്നത് കൈ എന്നുള്ളത് നസ്ബിൻ്റെയും മസ്തരിൻ്റെയും ഇസ്തിഖ്ബാലിൻ്റെയും ഹർഫാണ്, സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. അതഅല്ലമ എന്നുള്ളത് മുളാരിയായ ഫീലാണ്, കൈ എന്നുള്ളത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ്. ഫായില് ലമീറാണ്, മറക്കപ്പെട്ട ലമീറാണ്, സങ്കല്പിക്കൽ അന എന്നുള്ളതാണ്. ഇവിടെയും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തർ അതാണ് മജ്റൂറായിട്ട് വരുന്നത്. അതുപോലെ ലികൈല തഅസൗ അലാ മാ ഫാതക്കും, ഇവിടെ കണ്ടില്ലേ കൈ എന്നുള്ളതിന് മുമ്പ് ലാമ വന്നു. അപ്പോൾ അവിടെ അൻ എന്നുള്ളത് മറഞ്ഞ് നസ്ബ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മജ്റൂറായിട്ട് സങ്കല്പിക്കുന്നത് ലി അദ്മി ഇസാഅത്തിക്കും എന്നുള്ളതാണ്. നാലാമതായി അള്ളാഹുവിൻ്റെ ഖൗല് കൈ നുസബ്ബിഹക കസീറ, ഇവിടെ ലഫ്ളിലില്ല, പക്ഷേ തഖ്ദീറിൽ ലാമിനെ സങ്കല്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അൻ എന്നുള്ളത് മറഞ്ഞ് അൻ എന്നുള്ളത് നസ്ബ് ചെയ്യുന്നു. കൈ എന്നുള്ളത് നസ്ബ് ചെയ്തിട്ടുണ്ട്. ലിക്കൈ നുസബ്ബിഹക, ലാമ് അവിടെ തഖ്ദീറിൽ ഉണ്ട്. ഇനി അപ്പോൾ അൻ എന്നുള്ളതിന് ചർച്ച ചെയ്തു, ലൻ എന്നുള്ളതും ചർച്ച ചെയ്തു, അതുപോലെ തന്നെ കൈ എന്നുള്ളതും ചർച്ച ചെയ്തു. ഇനി നാലാമത്തെ അക്ഷരം ഇദൻ. ഇദൻ എന്നുള്ളത് ജവാബിൻ്റെയും ജസാഇൻ്റെയും ഹർഫാണ്, അതോടൊപ്പം നസ്ബ് ചെയ്യുന്ന ഹർഫാണ്. ഉദാഹരണം നോക്കാം. ഇദൻ ഉക്കിരിമക്ക ജവാബൻ ലിമൻ ഖാല സഅസൂറുക ഗദൻ.
നാളെ ഞാൻ നിന്നെ സന്ദർശിക്കും എന്ന് പറയുന്ന ഒരുത്തിനോട് മറുപടിയായിട്ട് ഇതൻ ഉക്രിമക്ക എന്ന നിൻ്റെ കൗല് പോലെ, ഇതൻ ഉക്രിമക്ക. അപ്പം നാളെ ഞാൻ നിന്നെ സന്ദർശിക്കുമെന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയും ഇതൻ ഉക്രിമ, അപ്പോൾ ഞാൻ നിന്നെ ബഹുമാനിക്കും. ഇവിടെ ഈ കൗല് ഇതൻ ഉക്രിമക്ക, ഇവിടെ ഇതൻ എന്നുള്ളത് ജവാബിൻ്റെ റഫാണ്, ജസാഇൻ്റെ റഫാണ്, സുക്കൂൻ്റെ മേൽ മബനിയാണ്. അതുപോലെ ഉക്രിമ എന്നുള്ളത് ഇതൻ എന്നതുകൊണ്ട് നെസ്ബ് ചെയ്യപ്പെട്ട മുളാരിയായ ഫീലാണ്. അവിടെ നെസ്ബിൻ്റെ ഹർഫുമാണ് ഇതൻ എന്നുള്ളത്. നെസ്ബിൻ്റെ അടയാളം ഫത്തഹത്ത് തന്നെയാണ്. ഇവിടുത്തെ ഫായില് മുസ്തത്തിറായ ലമീറാണ്, സങ്കല്പിക്കൽ അന എന്നുള്ളതാണ്. ഇക്രിമക്ക കാ ഈ കാഫ് മുത്തസിലായ ലമീറാണ്, അത് നസ്ബിൻ്റെ മേലെ മഫ്ഊലാണ് എന്നുള്ള നിലക്ക്. ഇവിടെ ഒത്തക്കൂനു നാസിബത്തൻ ബി സലാത്തത്തെ ഷുറൂത്തിൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതൻ എന്നുള്ളത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്നതിന് 3 നിബന്ധനകളുണ്ട്. ഒന്നാമതായി അന്തകൂന വാഖിഅത്തൻ ഫി സുദ്രി ജുംലത്തിൽ ജവാബി. ഈ ഇതൻ എന്നുള്ളത് ജവാബിൻ്റെ ജുംലയുടെ ആരംഭത്തിൽ സംഭവിച്ചതായിരിക്കണം. രണ്ടാമതായി അഞ്ഞക്കൂനൽ മുളാരിഉ ബഅദഹ ദാല്ലൻ അലൽ ഇസ്തിഖ്ബാൽ. അതിനുശേഷം സംഭവിക്കുന്ന മുളാരിയായ ഫീല് ഇസ്തിഖ്ബാലിൻ്റെ മേൽ അറിയിക്കുന്നതായിരിക്കണം. മൂന്നാമതായി അല്ലാ യഫ്സില ബൈനഹ വബൈനൽ മുളാരി. ആ ഇതൻ എന്നുള്ളതിൻ്റെയും മുളാരിയായ ഫീലിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏതൊഴികെ ഖസമിൻ്റെ വല്ലതുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നിദാ, നഫിയുടെ ലാം, ഇതല്ലാത്ത മറ്റൊന്നും വിട്ടുപിരിക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് മുളാരിയായ ഫീലിന് ഇതൻ എന്നുള്ളത് നസ്ബ് ചെയ്യും. ഉദാഹരണ സഹിതം താഴെ കൊടുക്കുന്നു. ഇൻ കാലലക്ക കാലൻ, ഒരാൾ എന്നോട് പറയാണ് സ അസൂറുക്ക ഉദൻ, നാളെ ഞാൻ എന്നെ സന്ദർശിക്കും. അപ്പോൾ സ്വഹാൻ തുജീബഹു ബിമാ യലി, താഴെ കൊടുത്തുന്ന മറുപടി എല്ലാം സ്വഹിയാണ്. മാ ഇമാൽ ഇതൻ, അവിടെയൊക്കെ ഇതൻ എന്നുള്ളത് അമൽ ചെയ്യുന്നുണ്ട്. നോക്കാം. ഒന്നാമതായി ഇതൻ ഉക്കിരിമക്ക, ശരിയാണ്. ഇതൻ എന്നുള്ളത് ഉക്കിരിമക്ക എന്ന ഫീലിന് ചെയ്യുന്നുണ്ട്, നസ്ബ് ചെയ്യുന്നുണ്ട്. അവിടെ ബിലാ ഫാസിലിൻ, അവിടെ വിട്ടുപിരിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത് പറ്റും ഇതൻ വല്ലാഹി ഉക്കിരിമക്ക, ഇതൻ എന്നുള്ളത് ഉക്കിരിമ എന്നുള്ളതിന് അവിടെയും നസ്ബ് ചെയ്യുന്നുണ്ട്. കാരണം വെട്ടിപിരിക്കുന്നുണ്ടെങ്കിലും അത് ഖസമ കൊണ്ടാണത്, പ്രശ്നമില്ല. അതുപോലെ ഇതൻ യാ സൈദു ഉക്കിരിമക്ക, അവിടെയും യാ സൈദു എന്നുള്ള നിദ കൊണ്ടാണ് അവിടെ വെട്ടിപിരിക്കുന്നതും പ്രശ്നമില്ല. മൂന്നാമത്തതിൽ ഇതൻ ലാ യദിഅ അജ്റുക, അവിടെയും നഫിയുടെ ലാമ കൊണ്ടാണ് വിട്ടുപിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അവിടേക്ക് ഇതൻ അമൽ ചെയ്യുന്നതാണ്. അതേസമയത്ത് വലായസിഹു ഇഅ്മാലു ഇതൻ ഫി നഹ്വി, ഇതൻ്റെ അമൽ സ്വഹിയാവുകയില്ല. ഇവിടെ സൈദുൻ ഇതൻ യുക്രിമുക്ക, അവിടെ സ്വഹിയാവില്ല. കാരണം അന്നഹ ലം തഖ ഫി സ്വദരി ജുംലത്തിൽ ജവാബി, ജവാബിൻ്റെ ജുംലയുടെ ആരംഭത്തിൽ ഇതൻ സംഭവിച്ചിട്ടില്ലല്ലോ. ആദ്യമായി സംഭവിക്കുന്നത് സൈദൻ എന്നുള്ള പദമാണ്, ഇതൻ എന്നുള്ളത് രണ്ടാമതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇതൻ എന്നുള്ളത് അമൽ ചെയ്യുകയില്ല, അമൽ സ്വഹിയാവുകയില്ല. അതുപോലെ ഇതൻ സൈദുൻ യക്രിമുക്ക, അതും സ്വഹിയല്ല. കാരണം ലിഅന്നഹു ഫുസില ബൈനഹ വബൈനൽ ഫീലി, ആ ഇതൻ എന്നുള്ളതിൻ്റെയും ഫീലിൻ്റെയും ഇടയിൽ എന്ത് ചെയ്തു, മറ്റ് നേരത്തെ പറയപ്പെട്ട ഫാസിലുകളല്ലാത്ത മറ്റൊന്ന് കൊണ്ട് ഇവിടെ വിട്ടുപിരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഇതൻ എന്നുള്ളതിൻ്റെ അമൽ സ്വഹിയാവുകയില്ല. അതുപോലെ ഇതൻ തസ്ദുഖു എന്നുള്ളതും ചെയ്യാവില്ല. കാരണം അന്നൽ മുളാരിയ ബഅദ ഇതൻ, ഇവിടെ ഇതൻ എന്നുള്ളതിൻ്റെ ശേഷമുള്ള മുളാരി ജവാബുൽ ലിമൻ ഖാല, പറഞ്ഞ ഒരുത്തനിക്കുള്ള മറുപടിയാണ്. ഇന്നി ഉഹിബ്ബുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരുത്തനോടാണ്. യദുല്ലു, അത് അറിയിക്കുന്നത് അലൽ ഹാലി, ഹാലിൻ്റെ മേലാണ്, അല്ലാതെ ലാലൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലിൻ്റെ മേലല്ല. അപ്പോൾ ഇതൻ എന്നുള്ളത് മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യുന്ന അക്ഷരമാകണമെന്നുണ്ടെങ്കിൽ അതിന് 3 നിബന്ധനകളുണ്ട്. ആ 3 നിബന്ധനകൾ ഒത്തുന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഒക്കാത്തത് നമ്മൾ അവിടും പറഞ്ഞു. ഇനി രണ്ടാമത്തെ കിസ്മ്. അപ്പോൾ ഒന്നാമത്തെ കിസ്മ് ലോഹിറായ നിലയ്ക്ക് തന്നെ മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകൾ അൻ, ലൻ, കൈ, ഇതൻ, 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ജായിസായ നിലക്ക് മറക്കപ്പെട്ട അന്ന് മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യും, അതിനെക്കുറിച്ചാണ്. അതാണ് രണ്ടാമത്തെ കിസ്മ്. തുളുമറു അൻ എന്നുള്ളതിനെ മറക്കപ്പെടും ജവാസൻ, ജായിസായ നിലക്ക്, ബഅദ ഹർഫിൻ വാഹിദിൻ, ഒരൊറ്റ ഹർഫിന് ശേഷമാണ്, അതായത് തഅലീലിൻ്റെ ലാമിൻ്റെ ശേഷം. ഫൈൻ സുബിഖൽ ഫീലു ബിലാമി തഅലീൽ, തഅലീലിൻ്റെ ലാമ് എന്ത് ചെയ്യാം, ഫീലിന് മുൻകടന്നാൽ കാനൽ ഫീലു മൻസൂബൻ ബി അൻ, ആ ഫീല് അൻ എന്നുള്ളത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. മുളുമറത്തൻ ജവാസൻ, അതായത് ഐ യജൂസു ഇൽഹാറുഹ യജൂസ് ഇൽമാറുഹ, അവിടെ വെളിവാക്കാം. ജായിസ് എന്ന് പറഞ്ഞാൽ അന്നിനെ വെളിവാക്കി പറയാം, അല്ലെങ്കിൽ മറക്കപ്പെട്ട നിലയിലും
പറയാം. ഉദാഹരണം ദഹബത്തു ഇലാ മക്കത്ത ലി അഹുജ്ജ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ മക്കയിലേക്ക് പോയി. അങ്ങനെയും പറയാം. ദഹബത്തു ഇലാ മക്കത്ത ലി അൻ അഹുജ്ജ, അഹുജ്ജ എന്ന് പറയാം, ലി അൻ അഹുജ്ജ എന്നും പറയാം. അവിടെ ഈ തഅലീലിൻ്റെ ലാമിൻ്റെ ശേഷമാണ് ഇവിടെ അന്നുള്ളത്. അവിടെ അന്ന് മറക്കപ്പെടാം, അതല്ലെങ്കിൽ വെളിവാക്കപ്പെടാം, രണ്ടും ജായിസാണ്. ഇല്ല ഇൻകാനൽ ഫീലുല്ലദീ ദഖലത്ത് അലൈഹിൽ ലാമു, ആ ലാമു പ്രവേശിച്ച ഫീല് മക്റൂനം ബില, ലാ എന്നുള്ളതിനെ കൊണ്ട് അന്വരിക്കപ്പെട്ടതാണെങ്കിൽ ഫഫി ഹാദിഹിൽ ലാലത്തി യജിബു ഇദ്ഹാറുൻ, അപ്പോൾ അവിടെ എന്തായാലും വെളിവാക്കിയേ തീരും. അതിനുള്ള ഉദാഹരണമാണ് ഖുർആനിൽ ആയത്ത് തന്നെ ലി അല്ലാ യകൂന ലിന്നാസി. അപ്പോൾ ലി അല്ല, ഇവിടെ ലാമ ആദ്യം വന്നു, പിന്നെ അൻ എന്നുള്ളതുണ്ട്, പിന്നെ ലാ യകൂനു. അപ്പോൾ ഈ ഫീലിനോട് ലാ യകൂനു, ലാ എന്നുള്ളത് ചേർന്ന് വന്നതുകൊണ്ട് പിന്നെ അവിടെ എന്ത് ചെയ്യാം, അന്നില്ലാതെ ലില്ലാ യകൂനു എന്ന് പറഞ്ഞാൽ അത് സ്വഹിയല്ല. ലി അല്ലാ യകൂനു, അവിടെ എങ്ങനെയാലും അന്നിനെ മറക്കപ്പെടാൻ പറ്റില്ല, ലി അല്ലാ യകൂനു. അതുപോലെ ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബി എന്ന് തന്നെ പറയണം. ഇനി തംബീഹുൻ ലാമു തഅലീലി ഹർഫു ജരിൻ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ തഅലീലിൻ്റെ ജാമ, ഈ കാരണം എന്ന് പറയുന്ന ലാമുണ്ടല്ലോ, ഈ ലാമ് അത് ജെറിൻ്റെ ഹർഫ് തന്നെയാണ്. അത് മുഅവ്വലായ മസ്തറിനിക്ക് ജെറ് ചെയ്യും. മിൻ അനിൽ ളാഹിറ അവിൽ മുദ്മറ വൽ ഫീലി, അതായത് മുഅവ്വലായ അൻ എന്നുള്ളതിൽ നിന്നും അതിൻ്റെ ഫീലിൽ നിന്നും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറുണ്ടല്ലോ, ആ മസ്തറിനിക്ക് ജെറ് ചെയ്യുന്ന ജറിൻ്റെ ഹർഫ് തന്നെയാണ് തഅലീലിൻ്റെ ലാം. അതിനുള്ള ഉദാഹരണമാണ് പറയുന്നത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. വഅൻസൽനാ ഇലൈക, തങ്ങളിലേക്ക് നാം ദിക്റിനെ ഇറക്കി, ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഈ ലാം എന്ത്, തഅലീലിൻ്റെ ലാമാണ്. ആ ലാമിൻ്റെ ശേഷം ഇവിടെ അൻ എന്നുള്ളത് മറിഞ്ഞ് നസ്ബ് ചെയ്യുന്നുണ്ട്. അന്യം മറിഞ്ഞ രൂപത്തിൽ ജസ്മ് ചെയ്യൽ അനുവദനീയമാണ്. ശേഷം വരുന്നത് മുളാരിയായ ഫീലാണ്, അത് മൻസൂബാണ്. ഈ ലാം എന്നുള്ളതിൻ്റെ ജെറിൻ്റെ ലാമിൻ്റെ മജ്റൂറായി വരുന്നത് തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറാണ്. അതിനുശേഷം പറയുന്നത് അല്ലാമു ലാമു തഅലീലി ഹർഫു ജരീൻ മബ്നിയുൻ അൽ കസ്രി. തുബയ്യ എന്നുള്ള ഫീൽ മുളാരി മൻസൂബാണ് ബി അൻ മുദ്മറത്തൻ ജവാസൻ. വഅലാമത്ത് നസ്ബി ഫത്ഹത്ത് കൊണ്ടാണ് നസ്ബ്. അവിടെയുള്ള ഫായിൽ മുസ്തത്തിറായ ലമീറാണ്, സങ്കല്പിക്കൽ അന്ത എന്നുള്ളതാണ്. വൽ മസ്ദറുൽ മുഅവ്വൽ, ഇവിടെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദർ മിൻ അൻ അനിൽ മുദ്മറ വൽ ഫീലി, ഇത് ലാമ് കൊണ്ടുള്ള ജറിൻ്റെ മഹല്ലിലാണ്, അതായത് മജ്റൂറാണ്. ഇനി അതുപോലെ വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലു മിൻഹു ലഹ്മൻ ത്വരിയ. രണ്ടാമത്തെ ഉദാഹരണം വഹുവല്ലദീ സഖറൽ ബഹ്റ, അവൻ ബഹറിനെ കീഴ്പ്പെടുത്തി തന്നവനാണ്. എന്തിനു വേണ്ടി, അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ തഅകുലു എന്നുള്ളത് തഅലീലിൻ്റെ ലാമാണ്, അതോടൊപ്പം ജറിൻ്റെ ഹർഫാണ് ലാം, കസ്റിൻ്റെ മേൽ മബനിയാണ്. തഅകുലു എന്നുള്ളത് മുളാരിയായ ഫീലാണ്. അൻ എന്നുള്ളത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടവനാണ്. ഇവിടെ നസ്ബിന് മുന്നേ കളയിൽ കൊണ്ട് അഫ്ആൽ ഖംസയിൽപ്പെട്ടതാണ്. അതുപോലെ ജംഇൻ്റെ വാവ് മുത്തസിലായ ലമീറാണ്. ഇവിടെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറാണ് ഇത് ലാമിൻ്റെ മജ്റൂറായിട്ട് വരുന്നത്. അതുപോലെ മൂന്നാമത്തെ കിസ്മ്, അപ്പോൾ രണ്ടാമത്തെ കിസ്മും നമ്മളിവിടെ പറഞ്ഞു, മറക്കപ്പെട്ട നിലക്ക് അൻ എന്നുള്ളത് ജായിസായ നിലക്ക് നസ്ബ് ചെയ്യും. അതാണ് രണ്ടാമത്തെ കിസ്മ്. ഇനി മൂന്നാമത്തെ കിസ്മ് അൻ അൽ മുദ്മറത്തു വുജൂബ്, നിർബന്ധമായും മറക്കപ്പെട്ട അൻ. അവിടെ നിർബന്ധമായും അന്നിനെ മറച്ചേ പറ്റും, അങ്ങനത്തെ സ്ഥലങ്ങൾ. അങ്ങനെയും മുളാരിയായ ഫീലിനിക്ക് അന്നെ നസ്ബ് ചെയ്യുന്നുണ്ട്. അത് തുളുമറു അൻ വുജൂബൻ, നിർബന്ധമായും അന്യൻ മറക്കപ്പെടും. ബഅദ ഖംസത്തി ഹറുഫിൻ, 5 ഹർഫുകൾക്ക് ശേഷമാണ്. ഒന്നാമത്തത് ജുഹൂദിൻ്റെ ലാമിൻ്റെ ശേഷം, 2 ഹത്തക്ക് ശേഷം, 3 സബബിയായ ഫാഇൻ്റെ ശേഷം, 4 മഴിയത്തിൻ്റെ വാവിൻ്റെ ശേഷം, 5-മത്തത് ഔ എന്നുള്ളതിൻ്റെ ശേഷം. ഉദാഹരണം നോക്കാം നമുക്ക്. ഒന്നാമതായി ഒമാ കാനല്ലാഹു ലിയദ്ലിമഹും. ഇവിടെ ലിയദ്ലിമഹും എന്നുള്ളത് ജുഹൂദിൻ്റെ ലാം. ജുഹൂദിൻ്റെ ലാം എന്ന് പറഞ്ഞാൽ നെഫിയുടെ ലാം. ഇവിടെ നെഫിയുടെ ലാമാണ്. ഇവിടെ ലിയദ്ലിമഹും എന്ന് പറയുമ്പോൾ ലാമിൻ്റെ ശേഷം ഇവിടെ അന്ന് മറിഞ്ഞ നസ്ബിൽ നിർബന്ധമാണ്. ലിയദ്ലിമലി അൻ യദ്ലിമഹും എന്നാണ് ശരിക്കുണ്ടായത്. അതുപോലെ വമാ കാനല്ലാഹു ലി അൻ യുളിഅ ഈമാനക്കും, ലിയുളിഅ ഈമാനക്കും അവിടെ അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്ത സ്ഥലമാണ്. അതുപോലെ മാ കാന ലി അൻ യഖുദ അഖാഹു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും ലി അൻ യഗ്ഫിറ ലഹും ഖാല ലം അകുൽ ലി അസ്ജുദ ലി ബശരിൻ ലി അൻ അസ്ജുദ ലി ബശരിൻ. അതുപോലെ മാ കാനു ലിയുഅ്മിനു ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇവിടെ ലിയുഅ്മിനു ലി അൻ യുഅ്മിനു എന്നാണ്. അതുപോലെ മാ കാന മുഹമ്മദുൻ ലിയക്ദിബ, മാ കാന മുഹമ്മദുൻ ലി അൻ യക്ദിബ എന്നാണ് ശരിക്കുള്ളത്. ലം യകുൻ സൈദുൻ ലി അൻ യസ്രിഖ എന്ന്. അവിടെയൊക്കെ അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്ത സ്ഥലങ്ങളാണ്. ഇനി ജുഹൂദിൻ്റെ ലാമ്, അതും ജറിൻ്റെ ഹർഫ് തന്നെയാണ്. അതും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്തറിന് ജറ് ചെയ്യും.
ഈ മറക്കപ്പെട്ട അന്നും അതിൻ്റെ ശേഷമുള്ള ഫീലിനെയും തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദർ. ഉദാഹരണം നോക്കാം. ഒമാ കാനല്ലാഹു ലിയുളിഅ ഈമാനക്കും. അപ്പം നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. ഒമാ കാനല്ലാഹു ലിയുളിഅ ഈമാനക്കും. ഇവിടെ ലാമ് ജുഹൂദിൻ്റെ ലാമാണ്, ജറിൻ്റെ ഹർഫാണ്, കസറിൻ്റെ മേൽ മബിനിയാണ്. യുളിഅ എന്നുള്ളത് മുളാരിയായ ഫീലാണ്, നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നുകൊണ്ട്. അവിടെ നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്. ഫായില് മുസ്തത്തിറായ ലമീറാണ്. ഇവിടെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദറാണ് ഇവിടെ മജ്റൂറായി വരുന്നത്. അല്ലാ യുളിഉ ഇളാഅത്ത് ലീളാഅത്ത് ഈമാനിക്കും എന്നാണ് അവിടെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ഇളാഅത്ത് എന്നാണ് വരുന്നത്. ഖാല തആല രണ്ടാമത്തെ ഉദാഹരണം മാ കാനു ലിയു ഉമ്മിനു ഉണ്ടോ. ലിയു ഉമ്മിനു എന്നുള്ളത് ഇവിടെയും ലാമ് ജുഹൂദിൻ്റെ ലാമാണ്, ജറിൻ്റെ ഹർഫാണ്, കസറിൻ്റെ മേൽ മബിനിയാണ്. ശേഷം വരുന്ന യു ഉമ്മിനു എന്നുള്ളത് അന്നുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുളാരിയ ഫീൽ. ഇവിടെ നസ്ബ് അവിടെയും നസ്ബിൻ്റെ അടയാളം കളഞ്ഞിട്ടുണ്ട്, കാരണം അത് അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണ്. വാവുൽ ജമാഅത്തി അത് മുത്തസിലായ ലമീറാണ്, ജമീൻ്റെ വാവ്. നേരത്തെ പറഞ്ഞതുപോലെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദറാണ് അവിടെ മജ്റൂറായിട്ട് വരുന്നത്. ലിയു ഉമ്മിനു എന്നുള്ളത് ലാമിൻ്റെ ജറിൻ്റെ മജ്റൂറായി വരുന്നത് മുഅവ്വലായ മസ്ദറാണ്. ഇനി രണ്ടാമത് ഹത്ത. ഹത്ത എന്ന യുൻസബുൽ ഫീലുൽ മുളാരി ബഅദ ഹത്ത. മുളാരിയായ ഫീലിനിക്ക് നസ്ബ് ചെയ്യപ്പെടും ഹത്തക്ക് ശേഷം ബി അൻ എന്നതുകൊണ്ട്. മുളുമറത്തൻ മുജൂബൻ നിർബന്ധമായി മറക്കപ്പെട്ട അന്നെ. വ ഹത്ത ഫി ഹാദിഹിൽ ആലത്തി. ഈ അവസ്ഥയിലെ ഹത്ത എന്നുള്ളതും ജറിൻ്റെ ഹർഫാണ്. അവിടെ മുഅവ്വലായ മസ്ദറിനിക്ക് ജറ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജറിൻ്റെ ഹർഫാണ്. ഉദാഹരണം പറയുന്നത് ഫഅഫു വസ്ഫഹു ഹത്ത യഅ്തിയല്ലാഹ്. ഇവിടെ ഹത്ത എന്നുള്ളതിൻ്റെ ശേഷം ഹത്ത അൻ യഅ്തിയ എന്ന് ശരിക്കുണ്ട്. അവിടെ അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുന്നുണ്ട്. ആ അന്നിൻ്റെ മൻസൂബാണ് ഈ യഅ്തിയ എന്നുള്ള ഫീല്. അപ്പോൾ ഈ ഹത്ത എന്നുള്ള ജറിൻ്റെ അക്ഷരമാണ്, അതിന് മജ്റൂർ വേണം. അതിനാണ് അതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നത് മുഅവ്വലായ മസ്ദർ അതിനെ തഅ്വീൽ ചെയ്യാം. ഹത്ത യഅ്തി ഇത്തിയാൻ, ഹത്ത ഇത്തിയാനില്ല, അങ്ങനെയാണ് വരുന്നത്. അതുപോലെ വഖൗലുഹു തആല ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇവിടെ ഹത്ത എന്നുള്ള ജറിൻ്റെ അർഫാണ്, സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്. അതുപോലെ ശേഷം വരുന്ന തുൻഫിഖു എന്നുള്ളത് അന്ന് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട, അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തതാണ്. അവിടെ നസ്ബിൻ്റെ അടയാളം നൂനിക്കളയാണ്, കാരണം അഫ്ആലുൽ ഖംസയിൽപ്പെട്ടതാണ്. ജമ്മിൻ്റെ വാവ് മുത്തസിലായ ലമീറാണ്. അതുപോലെ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹത്ത തുൻഫിഖു എന്നുള്ള ഹത്ത എന്നുള്ള ജറിൻ്റെ അക്ഷരം അവിടെ മജ്റൂർ മുഅവ്വലായ മസ്ദറാണ്. അൻഫഖ യുൻഫിഖു ഇൻഫാഖ് എന്നുള്ളത് ഇൻഫാഖ്, ഹത്ത ഇൻഫാഖി എന്ന് അവിടെ തഅ്വീൽ ചെയ്യപ്പെട്ട മസ്ദർ വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹത്ത എന്നുള്ളത് മുളാരിയായ ഫിൽ നസ്ബ് ചെയ്യുന്ന ഹത്ത. ആ ഹത്തക്ക് രണ്ട് മാനകളുണ്ട്. ഒന്ന് തകൂനു മാന ഇല എന്ന് വരും. ഖൗലുഹു തആല ഖാലു ലൻ നബ്റഹ അലൈഹി ആകിഫിൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ. ഈ ആയത്തിൽ പറഞ്ഞ ഹത്തക്കുള്ള മാന ഇല അൻ യർജിഅ മടങ്ങുന്നത് വരെ എന്നാണ് അർത്ഥം. അതുപോലെ വക്കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു. ഇവിടെ നിങ്ങൾ തിന്നുക കുടിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ. ഇല അൻ യതബയ്യന, ഈ ഹത്തയുടെയും മാന ഇല എന്നതാണ് ഇവിടെ. അതുപോലെ നിൻ്റെ കൗല് സിറ ഹത്താ തതുല അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ നീ സഞ്ചരിക്കുക. സും ഹത്താ തഗീബ അശ്ശംസ്, സൂര്യൻ അസ്തമിക്കുന്നവരെ നീ നോമ്പനുഷ്ഠിക്കുക. അവിടെയൊക്കെ ഇല എന്നുള്ളതിൻ്റെ മാനാക്കാണ്. അതുപോലെ തെക്കുൻ ബിമാന കൈ എന്നുള്ളതിൻ്റെ മാനാക്കും ഹത്ത വരും. അതിനുള്ള ഉദാഹരണമാണ് അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അതായത് കൈ യകൂനു, അവർ വിശ്വാസികളാകാൻ വേണ്ടി എന്നർത്ഥമാണ്. അതുപോലെ മറ്റൊരു കൗലാണ് അസ്ലിം ഹത്താ തദ്ഖുലൽ ജന്നത്ത. അവിടെ കൈ തദ്ഖുലൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി. അപ്പോൾ ഈ രൂപത്തിലും കൈ എന്നുള്ളതിൻ്റെ മൈനാക്കും ഇല എന്നുള്ള മൈനാക്കും ഹത്ത വരാറുണ്ട്. ചിലപ്പോൾ രണ്ട് മൈനാക്കും വരാറുണ്ട്. വഖദ് തസ്ലുഹുലിൽ മഅനയൈനി, രണ്ട് മഅനയിലും രണ്ട് മഅനാക്ക് വേണ്ടിയിട്ടും ഹത്ത വരാറുണ്ട്. അതിനുള്ള ആയത്താണ് വഇൻ ത്വാഇഫതാൻ മിനൽ മുഅ്മിനീൻ ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി ഹത്താ തഫീഅ ഇലാ അംരില്ലാ. ഇവിടെ തഫീഅ ഹത്താ തഫീഅ, അവിടെ ഇലാൻ തഫീഅയാം കൈ തഫീഅ, രണ്ടിനും ഇഹ്തിമാലുണ്ട്. ഇനി നമുക്ക് സബബിയായ ഫാഇനെ കുറിച്ച് പറയാനുണ്ട്, മഴിയത്തിൻ്റെ വാവിനെ കുറിച്ച് പറയാനുണ്ട്, ഔ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശദീകരണം ഉണ്ടാകും.